ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗ. അതിലെ 27 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ രഥം 2 സേനകളുടെയും മധ്യത്തിൽ അർജുനൻ്റെ നിർദ്ദേശപ്രകാരം കൊണ്ടുചെന്ന് നിർത്തുന്നു. അതിനുശേഷം യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് ആരൊക്കെയാണ് എന്ന് കണ്ടുകൊള്ളുക എന്ന് ഭഗവാൻ പറഞ്ഞ ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദ നിദ അബ്രവീത്. അർത്ഥം നോക്കാം. താൻ ഇവരെ, സമീക്ഷ്യ കണ്ടിട്ട്, സ അവൻ എന്നാണ് സായുടെ അർത്ഥം അവൻ, കൗന്ദേയ കൗന്ദേയൻ അതായത് കുന്തിയുടെ പുത്രൻ, സർവാൻ എല്ലാം, ബന്ധൂൻ ബന്ധുക്കൾ, അവസ്ഥിതാൻ കൂടി നിൽക്കുന്നവർ, കൃപയാ കരുണ, പരയാ ആഴമുള്ള, ആവിഷ്ടോ നിറഞ്ഞ, വിഷീദന്തം വിഷാദത്തോടെ, ഇദം ഈ, അബ്രവീത് അർത്ഥം പറഞ്ഞു. അവിടെ നിൽക്കുന്ന ബന്ധുജനങ്ങളെ കണ്ടിട്ട് വിഷാദത്തോടുകൂടി അർജുനൻ ഇങ്ങനെ പറഞ്ഞു. ഇതാരോട് പറഞ്ഞു കൊടുക്കുന്നതാണ്? സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. കുന്തിപുത്രൻ സേനാമുഖങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന എല്ലാ ബന്ധുജനങ്ങളെയും വേർതിരിച്ചു കണ്ടിട്ട് അത്യധികമായ കാരുണ്യത്താൽ വിഷാദം പൂണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ദുര്യോധനൻ സംശയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്ത സ്ഥാനത്ത് അർജുനൻ എന്താണ് ചെയ്തത്? വിഷാദിക്കുകയാണ് ചെയ്തത്. തനിക്ക് ജയം ലഭിക്കുമോ എന്നുള്ള ആസുര ചിന്തയാണ് ദുര്യോധനനെ ഇവിടെ വിഷമിപ്പിച്ചത്. എന്നാൽ അർജുനനെ വിഷമിപ്പിച്ചത് എന്താണ്? താൻ ചെയ്യുന്നത് ധർമ്മമാണോ അധർമ്മമാണോ എന്ന ചിന്തയാണ് അർജുനനെ വിഷമിപ്പിച്ചത്. സംശയവും പരിഭ്രമവും പതനത്തിനു വഴിതെളിക്കുന്ന അജ്ഞാനത്തിൻ്റെ സന്തതികളാണ്. വിഷാദം, കരുണ എന്നിവ സത്യമാർഗം തെളിയിക്കുന്ന ജ്ഞാനത്തിൻ്റെ സന്തതിയാണ്. ഇവിടെ അർജുനൻ ഈ വിധം വിഷമിച്ചതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീത എന്ന പരമമായ ജ്ഞാനം അർജുനന് ഉപദേശിച്ചു കൊടുത്തത്. അത് അർജുനൻ്റെ ഹൃദയത്തിൽ ജ്ഞാനത്തെ ഉണർത്തി. അർജുന ഉവാച ദൃഷ്ട്വേമം സുജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുച്ഛ ശരീരേ മേ രോമ ഹർഷശ്ച ജായത്തെ. അർജുന ഉവാച അർത്ഥമെന്താണ്? അർജുനൻ പറഞ്ഞു. ദൃഷ്ട്വേ കണ്ടിട്ട്, ഇമം ഇവരെ, സുജനം ബന്ധുക്കൾ, കൃഷ്ണ അല്ലയോ കൃഷ്ണ, യുയുത്സും യുദ്ധാവേശത്താൽ, സമൂപസ്ഥിതം കൂടിയിരിക്കുന്ന, സീദന്തി പരാജയം, മേ എൻ്റെ, ഗാത്രാണി കൈകാലുകൾ, മുഖം ച പരിശുഷ്യതി മുഖം ഉണങ്ങി വരളുകയും ചെയ്യുന്നു, വേപദച്ഛ വിറയ്ക്കുക, ശരീരേ ശരീരം, മേ എൻ്റെ, രോമഹർഷച്ഛ രോമാഞ്ചം, ജായതേ എഴുന്നേറ്റ്. അർജുന ഉവാച അർജുനൻ പറഞ്ഞു.
അല്ലയോ കൃഷ്ണ, സ്വജനങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ കൈകാലുകൾ തളരുന്നു, മുഖം വരളുന്നു, ശരീരം വിറയ്ക്കുന്നു, കൂടാതെ രോമാഞ്ചം കൊള്ളുകയും ചെയ്യുന്നു എന്ന് അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്. അല്ലയോ കൃഷ്ണ, യുദ്ധം കൊതിച്ചു വന്നു നിൽക്കുന്ന എൻ്റെ ആളുകളെ കണ്ടിട്ട് എൻ്റെ ശരീരാവയവങ്ങൾ തളരുന്നു, മുഖം ഉണങ്ങി വരളുകയും ചെയ്യുന്നു, എൻ്റെ ദേഹത്ത് വിറയലും രോമാഞ്ചവും ഉണ്ടാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് 30ാമത്തെ ശ്ലോകം നോക്കാം. ഗാണ്ഡീവം സ്രംസതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ നച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. അർത്ഥം: ഗാണ്ഡീവം, ഗാണ്ഡീവം എന്ന വില്ല്, സ്രംസതേ വഴുതുന്നു, ഹസ്താത് കയ്യിൽ നിന്നും, ത്വക് തൊലി, ച കൂടെ, ഏവ അതുകൂടാതെ, പരിദഹ്യതേ ആസകലം ചുട്ടുനീറുന്നു, ന ഇല്ല, ച കൂടെ, ശക്നോമ്യ എനിക്ക് എന്നാണ് അർത്ഥം, അവസ്ഥാതും നിൽക്കുക, ഭ്രമതീവ കറങ്ങുന്നതുപോലെ, ച കൂടെ, മേ എൻ്റെ, മനഃ മനസ്സ്. ശ്ലോകാർത്ഥം: ഗാണ്ഡീവം കയ്യിൽ നിന്നും വഴുതിപ്പോകുന്നു, ദേഹമാസകലം ചുട്ടുനീറുന്നു, നിവർന്നു നിൽക്കാൻ പോലും കഴിയുന്നില്ല, എൻ്റെ മനസ്സ് കറങ്ങുന്നതുപോലെ തോന്നുന്നു. അർജുനൻ പറയുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനോട്. എന്താണ് പറയുന്നത്? ഗാണ്ഡീവചാപം കയ്യിൽ നിന്നും വഴുതിപ്പോകുന്നു, തൊലി മുഴുവനും പൊള്ളുന്നു, തേരിൽ ഉറച്ചിരിക്കുന്നതിനും കഴിയുന്നില്ല, എൻ്റെ മനസ്സ് ചുറ്റിക്കറങ്ങുന്നത് പോലെയും തോന്നുന്നു. ഇങ്ങനെ ഭഗവാനോട് പറയുകയാണ് അർജുനൻ. അർജുനന്റെ വില്ലിൻ്റെ പേരാണ് എന്ത്? ഗാണ്ഡീവം. ഗാണ്ഡവ ദഹനത്തിനു മുമ്പ് അഗ്നിദേവൻ വരുണനെ കൊണ്ട് കൊടുപ്പിച്ചതാണ് ഗാണ്ഡീവമെന്ന ശ്രേഷ്ഠമായ വില്ല്. ആ ഗാണ്ഡീവ ചാപമാണ് കയ്യിൽ നിന്നും വഴുതി പോകുന്നതായി അർജുനൻ പറയുന്നത്. ഇവിടെ 2 ആളുകളെയാണ് കാണിക്കുന്നത്. ഒന്ന് ദുര്യോധനനെയും അടുത്തത് അർജുനനെയും. യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ആളുകളെ കണ്ടിട്ട് ദുര്യോധനൻ എന്താണ് പറഞ്ഞത്? പാണ്ഡവപക്ഷം കരുത്തുറ്റവരാണ്, ഭീമനാൽ നയിക്കപ്പെടുന്നവരാണ്, അക്ഷൗണിപ്പട നമുക്കാണ് കൂടുതലെങ്കിലും ജയിക്കുമോ എന്ന് സംശയമാണ്, ഭീഷ്മപിതാമഹനെ സംശയിക്കുന്നു. ഇങ്ങനെ ആകെ ഒരു ആശങ്കയാണ് ദുര്യോധനൻ കാണിച്ചത്. എന്നാൽ അർജുനൻ എന്താണ് ചെയ്തത്? യുദ്ധത്തിനു തയ്യാറായി വന്നു നിൽക്കുന്ന ആളുകളെ കണ്ടിട്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കൃഷ്ണനോട് അർജുനൻ പറയുന്നത്. ഇനി ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരും ആ ഭാഗത്തിനായി കാത്തിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ഹരേ കൃഷ്ണ.